ഇന്ത്യക്കെതിരായി ലോകത്ത് പ്രവർത്തിക്കുന്നവരുടെ എല്ലാം തന്നെ ജീവനെടുക്കുന്ന അജ്ഞാതർ ഇപ്പോൾ ഇതാ വലിയൊരു ദൗത്യം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതും ഇന്ത്യയുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ. ISIലെ പ്രധാന ഉദ്യോഗസ്ഥനായിരുന്ന പാകിസ്ഥാനിലെ ആർമി റിട്ടയർഡ് ബ്രിഗേഡിയർ അമീർ ഹംസയാണ് അജ്ഞാതരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം പാകിസ്ഥാനിൽ അജ്ഞാതരുടെ വിളയാട്ടമാണ്. തോക്കുധാരികളായ അജ്ഞാതർ ഇദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ജമ്മു കാശ്മീരിലെ ഇന്ത്യൻ സൈനിക ക്യാമ്പിന് നേരെയുള്ള ആക്രമണം സംഘടിപ്പിച്ചത് അമീർ ഹംസയാണ്. ഇന്ത്യക്കെതിരായ നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഹംസ. 2018 ജമ്മു കാശ്മീരിലെ സൈനിക ക്യാമ്പിന് നേരെയുള്ള ആക്രമണം സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് ഹംസയാണ്. ആക്രമണത്തിൽ 6 ഇന്ത്യൻ സൈനികരാണെന്ന് കൊല്ലപ്പെട്ടത്. 1 ഡസനിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആ ഹംസയാണ് ഇപ്പോൾ അജ്ഞാതരുടെ തോക്കിന് ഇരയായിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ ഹംസയുടെ ഭാര്യയ്ക്കും കാറിൽ ഒപ്പമുണ്ടായിരുന്ന മകൾക്കും പരിക്കേറ്റു എന്നാണ് വിവരം. അക്രമികൾ മോഷണ ശ്രമം നടത്തിയിട്ടില്ലെന്ന് ഇവർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. പഞ്ചാബിലെ ഝലം ജില്ലയിലാണ് സംഭവം നടക്കുന്നത്. ഹംസയെ ലക്ഷ്യമാക്കി നടന്ന ആക്രമണമാണിത് എന്ന് പാക് അധികൃതർ ഔദ്യോഗികമായി തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. ഝലമിലെ ലില ഇന്റർചേഞ്ചിൽ മോട്ടോർ സൈക്കിളിലെത്തിയ 4 പേര് ഹംസയുടെ വാഹനത്തെ ആക്രമിക്കുകയായിരുന്നു. കാറിന്റെ ഇരുവശത്തു നിന്നും വെടിയുതിർത്ത ഇവർ അവിടെ നിന്ന് രക്ഷപ്പെടും മുമ്പ് തന്നെ ഹംസയുടെ മരണം ഉറപ്പാക്കിയിരുന്നു. ഹംസ തന്റെ സൈനിക ജീവിതത്തിലുടനീളം ഉയർന്ന പദവികൾ വഹിച്ചിരുന്നുവെന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എമർജൻസി സർവീസസ് അക്കാദമിയുടെ ഡയറക്ടർ ജനറലായിട്ടാണ് ഹംസ വിരമിച്ചത്. ഇതോടെ സുർജ്വാൻ ആക്രമണവുമായി ബന്ധപ്പെട്ട 2ാമത്തെ പാകിസ്ഥാനിയാണ് കൊല്ലപ്പെടുന്നത്. മറ്റൊരു സൂത്രധാരൻ എന്ന് സംശയിക്കുന്ന ലഷ്കർ-ഇ-ടി കമാൻഡർ ഖ്വാജ ഷാഹിദിനെ നവംബറിൽ പാക് അധീന കാശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം തലയറുത്ത നിലയിലാണ് കണ്ടെത്തിയത്. 2016 പഠാൻകോട്ട് വ്യോമതാവള ആക്രമണത്തിൽ ഉൾപ്പെട്ട ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ ഷാഹിദ് ലത്തീഫും ഒക്ടോബറിൽ സിയാൽകോട്ടിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്തുകയും ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന മുതിർന്ന പട്ടാളക്കാരായിക്കോട്ടെ, തീവ്രവാദികളായിക്കോട്ടെ, ഭീകരവാദ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവരായിക്കോട്ടെ, ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ വച്ചാണ് ഇവർ കൊല്ലപ്പെടുന്നത്. പാകിസ്ഥാനിലും കാനഡയിലും അമേരിക്കയിലും ബ്രിട്ടനിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും അങ്ങനെ ലോകത്തെ പലയിടങ്ങളിലും ഏത് കോണിൽ പോയി ഒളിച്ചാലും അവിടെയൊക്കെ വെച്ച് ഇവർ കൊല്ലപ്പെടുകയാണ്. ഇന്ത്യയുടെ സംരക്ഷണ കവചമായി അങ്ങനെ ലോകം മുഴുവൻ പടർന്നു കിടക്കുകയാണ് അജ്ഞാതരുടെ വലയങ്ങൾ. അതിനെ ഭേദിക്കാൻ ഇന്ത്യയുടെ ഒരു ശത്രുവിനും കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും അജ്ഞാതർ പണി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.